ഹലോ, കാതോരം സീരീസിന്റെ എപ്പിസോഡ് 2യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാതോരം സീരീസ് ഓർഡറായിട്ട് കാണാൻ വേണ്ടി ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ടുള്ള കാതോരം എന്ന് സെർച്ച് ചെയ്യുക. അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടി ലിഫ്റ്റിൽ കയറി വന്നത് കണ്ട് സ്തംഭിച്ചു നിൽക്കുന്ന സൂരജിനെയാണ് നമ്മൾ കണ്ടത്. അവൾ ഒരു താങ്ക്സ് പറഞ്ഞെങ്കിലും സൂരജ് അതിന് മറുപടിയൊന്നും പറയാനാവാതെ നിൽക്കുകയാണ്. ഹലോ, ഒരു താങ്ക്സ് പറഞ്ഞാൽ ഒരു വെൽക്കം തിരിച്ചു പറഞ്ഞൂടേടോ? സൂരജ്: ഓ സോറി. സോറി ഒന്നും വേണ്ട. അപ്പോഴേക്കും അവർ രണ്ടുപേരും ലിഫ്റ്റ് ഇറങ്ങി ക്യാൻറ്റീനിലേക്ക് നടക്കാൻ തുടങ്ങി. ഇവിടെ പുതിയ ആളാണോ? അവൾ സൂരജിനോട് ചോദിച്ചു. സൂരജ്: അതെ, ഇന്ന് ജോയിൻ ചെയ്തുള്ളൂ. ഓ, തന്റെ പേരെന്താ? അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു സൂരജ്. അവൻ തിരിച്ചും ചോദിച്ചു, തന്റെ പേരെന്താ? എന്റെ പേര് നിത്യ. ഇവിടെ ജോയിൻ ചെയ്തിട്ട് 6 മാസമായി. ഓ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഓ, ഭയങ്കര പ്രഷറാണെന്നേ. ഇത്ര നാളും ജോലി കിട്ടാത്ത ടെൻഷനായിരുന്നു. ഇപ്പൊ കിട്ടിയപ്പോൾ പ്രഷർ താങ്ങാനും പറ്റുന്നില്ല. സാരമില്ല, തനിക്ക് ഇതൊക്കെ ശീലമായിക്കോളും. അവൾ ചുമ്മാ സൂരജിനെ കളിയാക്കി പറഞ്ഞു. താൻ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? സൂരജ് അവളോട് ചോദിച്ചു. അല്ല അല്ല, പുറത്ത് PG ഉണ്ട്. ഇവിടെ ഹോസ്റ്റലിലെ ഫുഡൊന്നും എനിക്ക് പറ്റില്ല. ഇവിടെ നിന്ന് അധികം ദൂരമില്ല എൻ്റെ PGയിലേക്ക്. അങ്ങനെ അവർ ഒരു ചായ പറഞ്ഞു. സൂരജും ഒരു ചായ പറഞ്ഞു. ഈ കിട്ടുന്ന സാലറിയിൽ താൻ സാറ്റിസ്ഫൈഡ് ആണോ? അവൾ ചോദിച്ചു. അതിനെനിക്ക് സാലറി ഒന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ലല്ലോ, സൂരജ് പറഞ്ഞു. ഓ, അത് ശരിയാണല്ലേ. എനിക്കിതൊന്നും മതിയാവുന്നില്ലടോ, നിത്യ സൂരജിനോട് പറഞ്ഞു. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ചാടണം. ഒരു സ്ഥലത്ത് നിൽക്കാൻ സ്ഥിരതയില്ലാത്ത മനോഭാവമായിരുന്നു നിത്യയുടേത്. ചായ കുടി കഴിഞ്ഞ് അവൾ തിരിച്ച് ജോലിക്ക് കയറി. വീട്ടുകാരെ വിട്ടുവന്ന് വിഷമത്തിലിരുന്ന സൂരജിനെ വേറെന്തൊക്കെയോ പറഞ്ഞ് നിത്യ വേറൊരു ലോകത്തേക്ക് എത്തിച്ചു. നിത്യയെ കണ്ടപ്പോൾ സൂരജ് പഴയ കുറെ ഓർമ്മകളിലേക്ക് പോയി. വേണ്ട സൂരജെ, വേണ്ട. ആ പഴയ ഒന്നിലേക്ക് നീ ഇനി പോവണ്ട, സൂരജ് സ്വന്തം മനസ്സിനോട് പറഞ്ഞു. തുടരും.